നമുക്കെല്ലാവർക്കും കണ്ണാടി നോക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ. കണ്ണാടിയിലേക്ക് നോക്കി നമ്മുടെ ഫീച്ചേഴ്സ്, കണ്ണ്, മൂക്ക്, പുരികം, ചുണ്ട്, ഇതൊക്കെ എൻഹാൻസ് ചെയ്യാൻ നമുക്കെല്ലാം താല്പര്യമാണ്. അത് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയതുപോലെയും കുറച്ചും കൂടെ ഭംഗിയുള്ളതായിട്ടും ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ നമ്മളിൽ എത്ര പേര് കണ്ണാടിയിൽ നോക്കി നമ്മുടെ വായ പരിശോധിച്ചിട്ടുണ്ട്, നമ്മുടെ വായ നോക്കിയിട്ടുണ്ട്? പല്ല് തേക്കുന്നത് പോലും ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണാടി നോക്കാറില്ല എന്നാ പറയുന്നത്. ഇതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തെന്നാൽ നമ്മുടെ വായ ഒരുപാട് കഥകൾ പറയാറുണ്ട്. ഈ കഥകൾ നമ്മൾക്ക് പുറമേ നമ്മുടെ ശരീരത്തിൽ കാണാത്ത രോഗലക്ഷണങ്ങളായിരിക്കാം ഈ കഥകൾ. അപ്പോൾ നമ്മുടെ ഈ വായിൽ നമ്മൾക്ക് എപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചുമന്നതോ അല്ലെങ്കിൽ വെളുത്തതോ ആയിട്ടുള്ള പാടുകൾ, അതേപോലെ നാവില് അല്ലെങ്കിൽ മോണയിൽ അല്ലെങ്കിൽ വായുടെ മറ്റു ഭാഗങ്ങളിൽ എവിടെയെങ്കിലും തടിപ്പുകൾ, അതേപോലെ 3 ആഴ്ചയിൽ കൂടുതൽ ടൈം പീരീഡിൽ നിൽക്കുന്ന വേദനയോടുകൂടിയോ അല്ലെങ്കിൽ വേദന ഇല്ലാത്തതോ ആയിട്ടുള്ള അൾസേഴ്സ്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ വായിൽ അനുഭവപ്പെടുകയാണ്, കാണുകയാണെങ്കിൽ ഒട്ടും വൈകരുത്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡെന്റിസ്റ്റിനെ നിങ്ങൾ എന്തായാലും സമീപിക്കണം. ബിക്കോസ് ഇതൊക്കെ ഓറൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാകാം. സോ ഓറൽ ക്യാൻസർ ആണോ അല്ലയോ എന്ന് നിർണ്ണയിക്കാനായിട്ട് ഈ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ഡോക്ടർ ചെറിയ ദശയെടുത്ത് പരിശോധിക്കാൻ വിടുന്നതാണ്. അതിന് ബയോപ്സി എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ബയോപ്സി ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി അല്ല, അതൊരു ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റിയാണ്. എന്താണ് അസുഖമെന്ന് മനസ്സിലാക്കാൻ ഡോക്ടർമാർ ബ്ലഡ് പരിശോധിക്കുന്നത് പോലെ തന്നെ ക്യാൻസർ ആണെങ്കിലും അതല്ല ക്യാൻസർ അല്ലെങ്കിലും ഉള്ള തൊലിപ്പുറത്തുണ്ടാകുന്ന ലക്ഷണങ്ങൾ, ഏത് അസുഖത്തിലേക്കാണ് നമുക്ക് വഴിതെളിക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടി, കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റിയാണ് ഈ ബയോപ്സീസ്. ബയോപ്സി എടുത്തതിന് ശേഷം നമുക്ക് രോഗം നിർണ്ണയിക്കാൻ സാധിക്കും. അപ്പോൾ രോഗം നിർണ്ണയിച്ചതിന് ശേഷം ഭയത്തോടെ നിൽക്കാതെ അല്ലെങ്കിൽ അതിനെ നിസ്സാരമായി കാണാതെ, ഭയം, നിസ്സാരം എന്നിങ്ങനെയുള്ള വികാരങ്ങളിലേക്ക് അടിമപ്പെടാതെ വേണ്ട ചികിത്സകൾ അപ്പോഴപ്പോഴായിട്ട് ചെയ്യുക. സോ ഇത് ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് നമ്മളെ സഹായിക്കുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഭാഗം, നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ ഇടയ്ക്ക് പോയി കാണുക എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. ബിക്കോസ് ചില സമയത്ത് തൊണ്ട ഭാഗത്തായിരിക്കാം ഈ കാണുന്ന ലക്ഷണങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് കണ്ണാടി